ഹലോ എവ്രി വൺ, വെൽക്കം ടു കിക്കൂസ് വേൾഡ്. നമ്മളിന്ന് പോകുന്നത് ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് കരിങ്ങാച്ചിറ പള്ളിയിലേക്കാണ്. ഞങ്ങളുടെ സ്വന്തം ദേവാലയം, അല്ല നമ്മുടെ സ്വന്തം ദേവാലയം. നാനാജാതി മതസ്ഥർ ഒത്തുകൂടുന്ന കരിങ്ങാച്ചിറ പള്ളിയിലേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത്. അവിടെ കരിങ്ങാച്ചിറ കാർണിവൽ നടക്കുകയാണ്. നിരവധി സ്റ്റോളുകളുമൊക്കെയായി ഒരടിപൊളി ഒരു മാമാങ്കമാണ് കരിങ്ങാച്ചിറ കാർണിവൽ നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. കിക്കു ഇതുവരെ കാർണിവലിനോ അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ പ്രാവശ്യം കിക്കുവിനെ കൊണ്ട് ഒന്ന് കാർണിവൽ ഫുള്ളായിട്ടൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. നിരവധി സ്റ്റോളുകൾ അവിടെയുണ്ട്. ഡ്രസ് മെറ്റീരിയൽസിൻ്റെ സ്റ്റോളുകൾ, പല പല ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സിൻ്റെ സ്റ്റോളുകൾ, ഫ്രീ ഹെൽത്ത് ചെക്കപ്പ്സ് അവിടെ നടത്തുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ അവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബുക്സൊക്കെ കണ്ടപ്പോൾ കിക്കു ഒന്ന് നോക്കി നിന്നു. പക്ഷെ അവൾ ചിന്തിച്ചു, ബുക്കല്ലേ, എന്നാ വേണ്ട എന്ന് പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് ഓടിപ്പോയി. അടുത്തതായിട്ട് അവളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് കിക്കുവിനെയും കിക്കുവിൻ്റെ അമ്മേനെയും ഒരു ആയുർവേദ മരുന്നുകൾ വിൽക്കുന്ന ഒരു സ്പേസ് ആയിരുന്നു. ആ ചേട്ടനെക്കുറിച്ച് പറയുമ്പോൾ ഹീസ് എ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് എന്ന് പറയണം. ഡാൻഡ്രഫിൻ്റെ മരുന്ന് മാത്രം മേടിക്കാൻ പോയി ഞങ്ങൾ സോപ്പിട്ട് പതപ്പിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടോളൂ, ഇതാണ് സോപ്പിട്ട് പതപ്പിക്കൽ. സോപ്പിട്ട് പതപ്പിച്ച് എന്തോ ടാൻ റിമൂവൽ സോപ്പോ അങ്ങനെ എന്താണ്ടൊക്കെ ഞങ്ങളെ കൊണ്ട് മേടിപ്പിച്ചു. എന്തായാലും ഹീസ് റിയലി സ്കിൽഡ്, അതിനകത്ത് പറയാനൊന്നുമില്ല. മാർക്കറ്റിംഗ് സിംഹം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കും. അതിനുശേഷം അവിടെ ഞങ്ങൾ ഹൽവ സ്റ്റോളുകളുണ്ട്, സോളാറിൻ്റെ സ്റ്റോളുകളുണ്ട്, പിന്നെ പെർഫ്യൂമിൻ്റെ സ്റ്റോളുകളുണ്ട്, അച്ചാറുകളുടെ. നമ്മളൊരു കാർണിവലിൽ പോകുമ്പോൾ എന്തൊക്കെ കാണുമോ അതെല്ലാം തന്നെ അവിടെയുണ്ട്. ഈ ചക്ക മഹോത്സവം അതൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. ചക്ക ഹൽവ നല്ല ടേസ്റ്റാണ്. ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, മേടിച്ചില്ല, പക്ഷേ ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റുള്ള ചക്ക ഹൽവയുണ്ട്. പിന്നെ സ്ഥിരം ഇവർ സ്റ്റക്കാവുന്ന മേഖലയാണ് കമ്മലുകളും മാലകളുള്ള മേഖല. നേരത്തെ അമ്മ സ്റ്റക്കാവുമായിരുന്നു, ഇപ്പം അമ്മയും മോള് സ്റ്റക്കായിരുന്നു. അതിനുശേഷം നമ്മൾ പോയത് നമ്മുടെ ഹാലോമിൻ്റെ, നമ്മുടെ സ്വന്തം യൂത്ത് അസോസിയേഷൻ നേതൃത്വത്തിൽ നടത്തുന്ന ഹാലോമിൻ്റെ സ്റ്റോളിലേക്കാണ്. ഹാലോമിൻ്റെ സ്റ്റോളിലുള്ളതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ജോൺ ജൂലിയസ് സാറിനെ കണ്ടപ്പോൾ സൺഡേ സ്കൂളിലെ സാറാണ് ജോൺ ജൂലിയസ് സാറ്. അപ്പോൾ ജോൺ ജൂലിയസ് സാറിനെ കണ്ടപ്പോഴത്തേക്കും ആൾ ചാടിപ്പോയി. കിക്കുവിൻ്റെ ഫേവറേറ്റ് ചേട്ടനാണ് ജോൺ ജൂലിയസ് സാറ്. എപ്പോൾ കണ്ടാലും ആളുടെ അടുത്തേക്ക് ചാടിപ്പോവും കിക്കു. അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് കിക്കുവിനെ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിപ്പിക്കാൻ നോക്കി. പക്ഷേ കിക്കു, അവൾ ആരാ മോള്, എൻ്റെ മോളല്ലേ, ബുദ്ധിപരമായിട്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി അവിടെ ജോൺ ജൂലിയസ് സാറിനോട് കൂടെ കളിയായിരുന്നു. നമ്മുടെ അവിടെ ഭക്ഷണ സാധനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കുടുംബശ്രീയുടെ ഭക്ഷണ സാധനങ്ങളുണ്ട്, വേറൊരു ഗ്രൂപ്പിൻ്റെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ. പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ഫുഡ് ഐറ്റംസ് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു 11-ാം തീയതിയാണ്. അന്നാണ് കുടുംബ യൂണിറ്റുകളുടെ എല്ലാ പള്ളിയിൽ കീഴിലുള്ള എല്ലാ കുടുംബ യൂണിറ്റുകളും തന്നെ പല പല വെറൈറ്റി ഭക്ഷണങ്ങൾ അവർ ഒരുക്കുന്നുണ്ട്. സാധിക്കുന്ന എല്ലാവരും തന്നെ വരണം, സാധിക്കുന്ന ദിവസങ്ങളെല്ലാം വരണം. 11-ാം തീയതി സ്പെഷ്യലി എല്ലാവരും ഇവിടെ എത്തണം. കാരണം എന്താ പറയുക, നമ്മൾക്ക് നിരവധി വൈവിധ്യമാർന്ന രുചികൾ ആസ്വദിക്കാൻ പറ്റും. അവിടെ ഒരു ഗെയിമിംഗ് പോർട്ടൽ ഒരുക്കിയിട്ടുണ്ട്. അത് കണ്ടല്ലോ, ആ ചേട്ടൻ 6 or 4 എന്തോ അടിച്ചതെന്ന് തോന്നുന്നു. ഞങ്ങൾ പോയ ദിവസം നമ്മുടെ കുടുംബയൂണിറ്റുകളുടെ സ്റ്റോളെല്ലാം 11-ാം തീയതി വരുള്ളൂ. ഞങ്ങൾ പോയ അന്ന് ഞങ്ങൾ ചെറിയ ബജിയും ഒരു കോളിഫ്ലവർ ബജിയൊക്കെ കഴിച്ചു. പക്ഷേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് എന്താണെന്നറിയോ? അവിടെ ഒരു ടെൻഡർ കോക്കനട്ട് ഷേക്കും അതുപോലെ മാംഗോ ഷേക്കൊക്കെ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. ഒന്നും പറയാനില്ല, ടോട്ടലി വർത്ത് ഇറ്റ്. പോകുന്നവരെല്ലാവരും ട്രൈ നോക്കണം. 50 രൂപയ്ക്ക് ടോട്ടലി വർത്താണ് ഇത്. പക്ഷേ ദുഃഖകരമായ കാര്യം, കഴിഞ്ഞ ദിവസം ആരൊക്കെയോ തിരക്കുള്ള സമയത്ത് വന്നപ്പോൾ പൈസ കൊടുക്കാതെ അവർ പോയി എന്നവർ പറഞ്ഞു. അതുപോലെ കുട്ടികൾക്കൊരു പ്ലേ ഏരിയ കൂടി ഒരുക്കിയിട്ടുണ്ട്. സോ കുഞ്ഞുങ്ങളൊക്കെ മസ്റ്റായിട്ട് എൻജോയ് ചെയ്യും. സോ എല്ലാവരും വിസിറ്റ് ചെയ്യുക കരിങ്ങാച്ചിറ കാർണിവൽ. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു.